പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വിശദമായ വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ സംസ്ഥാന സർക്കാർ വീണ്ടും കടമെടുപ്പിനൊരുങ്ങുന്നു. കേന്ദ്ര ബജറ്റ് ദിവസമായ ജൂലൈ 23-ന്, അതായത് നാളെ ചൊവ്വ, റിസർവ് ബാങ്കിൻ്റെ കോർ ബാങ്ക് സൊല്യൂഷനായ ഇ-കുബർ വഴി 1000 കോടി രൂപയാണ് കടമെടുക്കുന്നത്. നടപ്പു സാമ്പത്തിക വർഷം 2024-2025 വർഷം സംസ്ഥാന സർക്കാർ ഇതിനോടകം 11,500 കോടി രൂപ കടമെടുത്തു കഴിഞ്ഞു. ഈ സാമ്പത്തിക വർഷമാകെ 21,753 കോടി രൂപ കടമെടുക്കാൻ അർഹതയുണ്ടെന്ന് കേന്ദ്രം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ജൂലൈ 23, അതായത് നാളെ, 1000 കോടി രൂപ കൂടി കടമെടുക്കുന്നതോടെ ഈ വർഷം കടമെടുപ്പ് പരിധിയിൽ ശേഷിക്കുന്നത് 8,753 കോടി രൂപ മാത്രമാകും. സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഇനിയും 9 മാസമുണ്ട്. കടമെടുത്ത തുക ഉടൻ തന്നെ ലഭിച്ചാൽ തന്നെ പെൻഷൻ തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് വരുമെന്ന് ധനവകുപ്പ് അറിയിച്ചു. നിലവിൽ സംസ്ഥാനത്ത് 5 മാസത്തെ പെൻഷൻ തുകയാണ് കുടിശ്ശികയുള്ളത്. ഇതിൽ 2 മാസത്തെ തുക, അതായത് 3,200 രൂപയോ അല്ലെങ്കിൽ 1 മാസത്തെ തുക 1,600 രൂപയോ ആയിരിക്കും വിതരണം ചെയ്യുകയാണെങ്കിൽ ഗുണഭോക്താക്കൾക്ക് അക്കൗണ്ടുകളിൽ എത്തുക. കൂടുതൽ പെൻഷൻ വിതരണ അറിയിപ്പുകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.